ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ ഹബീബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അബു ഖാലിദ് ഫാം ഹൗസിലാണ്. അബു ഖാലിദ് ഫാം ഹൗസിന്റെ കുറച്ച് വീഡിയോസായി നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നല്ല. അബു ഖാലിദ് ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ നേച്ചർ ഫ്രണ്ട്ലി ആണ്. ഇതാന്റെ ബാഗിൽ കാണുന്നില്ല ഒരു മൗണ്ടൻ, അതിന്റെ മുകളിൽ നിന്ന് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. മാത്രമല്ല ഇവിടുത്തെ ഗ്രൗണ്ടിന്റെ വിശേഷങ്ങൾ എന്ന് പറയാനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുമ്പ് വരെ ഇതൊരു ചെറിയൊരു ഗ്രൗണ്ടായിരുന്നു. ഈ ഗ്രൗണ്ടിൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കാവുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ബോളൊക്കെ കുട്ടികളെ മേത്ത് അടിച്ചു കൊള്ളുന്ന ഒരു സിറ്റുവേഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഈ കുട്ടികളുടെ ഫെസിലിറ്റി കളിക്കാനുള്ള സാധനങ്ങളെല്ലാം തൊട്ടടുത്ത് മറ്റൊരു ഗ്രൗണ്ട്, ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് നമുക്ക് അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഗ്രൗണ്ട് എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ആ കിഡ്സ് പ്ലേ ഏരിയയും അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഗ്രൗണ്ട് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോൾ കാണാമല്ലോ, അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടാണ് നമുക്കിവിടെ കളിക്കാൻ വേണ്ടി കിട്ടുന്നത്. ഫുട്ബോൾ ആയാലും വോളിബോൾ ആണെങ്കിലും. പിന്നെ കുട്ടികളുടെ പ്ലേ ഏരിയയിലെ വിശേഷങ്ങൾ നമുക്ക് ഒന്ന് പോയി കണ്ടാലോ. അതെ, ഇനി നമ്മളുടെ കിഡ്സ് പ്ലേ ഏരിയയുടെ വിശേഷങ്ങളാണ്. മുമ്പ് ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ കവേർഡ് ആയിട്ടുള്ള കിഡ്സ് പ്ലേ ഏരിയ ആണ് നമ്മളിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ പൂൾ ടേബിൾ ഉണ്ട്, അവിടെ കുട്ടികൾ കാണാമല്ലോ, അവരവിടെ സ്വിങ്ങിലാണ്. അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അപ്പോൾ ഈ കവേർഡ് ആയിട്ടുള്ള കിഡ്സ് പ്ലേ ഏരിയയുടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് കൂടി ഇത് അഡീഷണൽ ആയിട്ട് ഒരു മജ്ലിസ് കൂടി പണിയാൻ പോവാണ്. കിഡ്സ് പ്ലേ ഏരിയയിൽ കിഡ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അല്ലേ കിഡ്സ്? അവര് കളിക്കുന്ന തിരക്കിലാണ്. പിന്നെ എടുത്തു പറയത്തക്ക വിശേഷം എന്ന് പറയുന്നത് ഈ അബു ഖാലിദ് ഫാം ഹൗസിന്റെ എൻട്രൻസിൽ തന്നെയുള്ള 2 വാട്ടർ ഫീച്ചേഴ്സ് ആണ്. അത് ഇവിടെ മുമ്പ് വന്നവർക്ക് അറിയാം. ഈ കാണുന്ന ഒരു ഫസ്റ്റ് വാട്ടർ ഫീച്ചറും സെക്കൻഡറി ആയിട്ടുള്ള ഈ പിറകെ കാണുന്ന മറ്റൊരു വാട്ടർ ഫീച്ചറാണ്. ഇവിടെ മുമ്പൊക്കെ 5-10 പേർക്കൊക്കെ ഇരിക്കാവുന്ന ഒരു സിറ്റുവേഷൻ, സീറ്റിംഗ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഇത് മാറിയിട്ട് ഒരു 30ഓളം പേർക്ക് ചുറ്റും ഇരിക്കാവുന്ന വിധത്തിൽ നമ്മളിവിടെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു സ്വിംഗ് ടൈപ്പ് ചെയർ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്കറിയാം ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വരുന്ന ഗസ്റ്റുകൾക്ക് ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് മിസ്റ്റ് ഫാൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടിന് ഒരു ചെറിയൊരു ശമനമുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ സ്റ്റേയിനെ പറ്റി ഒന്ന്